ഒരു ഗവൺമെൻറ് ബഡ്ജറ്റ്, അത് കേന്ദ്ര ബഡ്ജറ്റാകട്ടെ, സംസ്ഥാന ബഡ്ജറ്റാകട്ടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന ബഡ്ജറ്റാകട്ടെ, ഏത് തന്നെയാണെങ്കിലും ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 112 അനുച്ഛേദം അനുസരിച്ച് അത് ഒരു വർഷത്തെ വരവ് ചെലവ് കണക്കുകളുടെ കാര്യം വളരെ കൃത്യമായ തോതിൽ ആ കണക്കുകൾ ജനപ്രതിനിധികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ പ്രയോറിറ്റീസ് എന്താണ് എന്നതൊക്കെ ആ കണക്കുകൾ കൃത്യമായിട്ട് വിശദീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ അതാണ് യഥാർത്ഥത്തിൽ അതാണ് ഒരു ബജറ്റിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ന് നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ അതുപോലെ ഒരു ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷെ അവർക്കൊരു ഫുൾ ബജറ്റ് അവതരിപ്പിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഒരു വോട്ട് ഓൺ അക്കൗണ്ട് മാത്രം അവതരിപ്പിച്ച് മുൻപോട്ട് പോകാമായിരുന്നു. അതിന് പകരം എന്തുകൊണ്ടാണ് ഒരു ഫുൾ ബജറ്റ് തന്നെ അവതരിപ്പിക്കാം എന്ന് വെച്ചത്? അതിൻ്റെ പ്രത്യേക കാരണം ഏറെ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് ജനശ്രദ്ധ പിടിക്കുക, അങ്ങനെ ഒരു പക്ഷേ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു സാധ്യതയുമില്ലെങ്കിൽ സാധ്യത സൃഷ്ടിക്കുക. അതാണ് ഇത്തരം ഒരു ബജറ്റ് അവതരണത്തിന്, ഒരു ഫുൾ ബജറ്റ് അവതരിപ്പിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ ബജറ്റ് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? അതായത് ശരിക്ക് പറഞ്ഞാൽ ആ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഒരു ബജറ്റ് അവതരണമല്ല ഇന്ന് നമ്മൾ കേട്ടത്. ഒരുപാട് പ്രഖ്യാപനങ്ങൾ, അതായത് ഗവൺമെന്റ് ഫ്രീ ബീസ് കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിച്ച് ഓരോന്ന് കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്നത്തെ ബജറ്റിൽ നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ 10 കോടിയിൽ താഴെ മാത്രം നീക്കിയിരിപ്പുള്ള വകയിരുത്തിയിട്ടുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ. എത്ര പ്രഖ്യാപനങ്ങൾ ഇന്ന് കണക്ക് കൂട്ടിയെടുക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ ഒരു പിടി പ്രഖ്യാപനങ്ങൾ എന്ന് വെച്ചാൽ 2 കോടി, 1/2 കോടി, 50 ലക്ഷം, ഈ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ. ഈ പ്രഖ്യാപനങ്ങളൊന്നും നിലം തൊടാനുള്ള പ്രഖ്യാപനങ്ങളല്ല. വളരെ പ്രധാനപ്പെട്ട, അതായത് നമുക്ക് ജീവശ്വാസം പകർന്ന് ഈ സംസ്ഥാന സമ്പദ്ഘടനയ്ക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ജീവശ്വാസം പകരുന്ന തരത്തിലുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞു പോയ ബജറ്റുകളിൽ നടത്തിയ അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നിലം തൊടാതെ, അതായത് എങ്ങും എത്താതെ കിടക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ പറയുന്നത് എന്തും പ്രവർത്തനക്ഷമമാക്കും. അതായത് ഞങ്ങൾക്ക് വാഗ്ദാനം മാത്രമല്ല, ആ വാഗ്ദാനം നിറവേറ്റലാണ് ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത്തരം പ്രഖ്യാപനങ്ങൾ. അങ്ങനെ പറഞ്ഞിട്ട് തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ബജറ്റിന്റെ ഒരു പ്രത്യേകത, അതായത് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കഴിയുമെങ്കിൽ 3ാം ഭരണം പിടിച്ചെടുക്കുക, അതാണ് ലക്ഷ്യം. അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ 112 വകുപ്പിന്റെ വയലേഷൻ പോലുമാണ്. അത്തരത്തിലുള്ള ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. എന്നിട്ട് ഈ ബജറ്റിൽ എന്തൊക്കെയാ, ഈ ബജറ്റിനെ നോക്കി കാണുമ്പോൾ എല്ലാ എന്താ പറയുക, ശരിയല്ല, ഇതൊന്നും ശരിയായില്ല, ഇതൊന്നും അല്ലായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് പറയുമ്പോൾ പോലും ഒരു പ്രത്യേക ഒരു പ്ലസ് മാർക്ക് ഇടാനുള്ള ഒരു പോയിന്റ് ഞാൻ കണ്ടുവച്ചിട്ടുള്ളത്, ഒരു ജെൻഡർ ബജറ്റ്, ഏത് തരം ജെൻഡർ ബജറ്റ് അല്ല, സോറി, ഒരു 60+ പോപ്പുലേഷന്റെ, അതായത് വയോജന ബജറ്റ് എന്ന് ഇതിന് പേരിടാൻ പറ്റും. ആ തരത്തിലെ വയോജനങ്ങളെ വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക സ്കീംസ് ഒരു വയോജന ബജറ്റ് തന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതേ സമയത്ത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബജറ്റ് കൊണ്ടുവന്നത്? ഇന്ത്യയുടെ പോപ്പുലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം 146 കോടി 39 ലക്ഷമാണ്. ആ പോപ്പുലേഷന്റെ ആകെ 7-8% ഇടയ്ക്ക് മാത്രമാണ് 60+, ഓൾ ഇന്ത്യ തലത്തിലുള്ള കണക്കുകൾ നോക്കിയാൽ. അതേ സമയത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ അത് 19-20% ഇടയ്ക്കാണ് ഈ 60-ൽ മുകളിലുള്ള പോപ്പുലേഷൻ. അത് തന്നെയുമല്ല, ഒരുപാട് ഭവനങ്ങൾ വെറുതെ കിടക്കുന്ന, ആൾ താമസമില്ലാതെ എന്ന് പറയുന്നത് പോലെ ഒറ്റപ്പെട്ട വൃദ്ധജനങ്ങൾ താമസിക്കുന്ന ഭവനങ്ങളും വളരെ കൂടുതലാണ് മൈഗ്രേഷൻ മുഖാന്തരം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവരെ നോക്കാനോ കാണാനോ ഇവർക്ക് വേണ്ട വൈദ്യസഹായം എത്തിക്കാനോ
അന്ത്യശ്വാസം വലിക്കാൻ സമയത്ത് പോലും അവർക്ക് സഹായം എത്തിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ വിരളമാണ് കേരളത്തിൽ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെ ഒരു ബജറ്റ്, വയോജന ബജറ്റ് എന്ന ഒരു കോൺസെപ്റ്റ് ഫ്രെയിം ചെയ്തത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായ ഒരു നടപടിയാണ്. പക്ഷേ വയോജന കമ്മീഷൻ ഫോം ചെയ്യുമെന്ന് പറയുന്നു. അതിനുവേണ്ടി 50 ലക്ഷം രൂപയാണ് മാറ്റിവെക്കാൻ പോകുന്നത് എന്നും പറയുന്നു ബജറ്റിൽ. അപ്പൊ നമുക്കറിയാം ഈ വയോജന കമ്മീഷന്റെ ആ വ്യാപ്തി എത്ര കണ്ട് ആയിരിക്കുമെന്ന്. അതുപോലെ തന്നെയാണോ വയോജന ബജറ്റും എന്ന വകകൊള്ളിക്കലൊക്കെ വളരെ കുറവാണ്. അത് ധനപ്രതിസന്ധി നിലവിലിരിക്കെ ഓരോ മേഖലയ്ക്കും വകകൊള്ളിച്ചിരിക്കുന്നത് വളരെ കുറവാണ്. അപ്പൊ അത് ധനപ്രതിസന്ധി കൊണ്ടാണോ അതോ ആ മേഖലയ്ക്ക് കൊടുക്കുന്ന ഊന്നലില്ലായ്മ കൊണ്ടാണോ എന്നൊക്കെയുള്ളത് നമുക്കിനി വരും കാലങ്ങളിൽ കാണുകയേ നിവൃത്തിയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വയോജന ബജറ്റ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ ചൂണ്ടിക്കാണിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഒരു ജെൻഡർ റെസ്പോൺസീവ് ബജറ്റ് ഇതിനകത്തില്ല. ആ കോൺസെപ്റ്റേ വിസ്മരിക്കപ്പെട്ടുപോയി. അതായത് യുണൈറ്റഡ് നേഷൻസ് 1985 മുതൽ വനിതാ ശാക്തീകരണത്തിന് വേണ്ടി എടുത്ത നടപടികളൊന്നും പിന്നെ ഫലം കാണുന്നില്ല ആഗോളതലത്തിൽ എന്ന് കണ്ടുകൊണ്ടാണ് ഒരു ജെൻഡർ റെസ്പോൺസീവ് ബജറ്റ് എല്ലാ ഗവൺമെന്റുകളും ബജറ്റിന്റെ ഭാഗമായി കൊണ്ടുവരണമെന്ന് UN വിമൻ അനുശാസിക്കുന്നത്. പക്ഷേ അത് 1996 തന്നെ ചിദംബരം കേന്ദ്ര ബജറ്റിന്റെ കൂടെ കൊണ്ടുവന്നു. തുടർന്ന് ഇവിടെ കേരളത്തിലെ ഡോക്ടർ ഐസക് ജെൻഡർ ബജറ്റ് കൊണ്ടുവന്നു. അങ്ങനെ എല്ലാം ജെൻഡർ ബജറ്റ് ഇവിടെ ഒരു ശീലമായതിന് ശേഷമാണ് ഇപ്പോൾ ജെൻഡർ ബജറ്റിനെ പറ്റി ഒരു അനക്കവും ഇല്ലാതിരിക്കുന്നത്. അപ്പൊ അതായത് എന്താണ് ഈ വയോജന ബജറ്റ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ തന്നെ ജെൻഡർ ബജറ്റിനെ തമസ്കരിച്ചു എന്നുള്ളത് വളരെ വലിയ ഒരു പോരായ്കയാണ് ഈ ബജറ്റിന്റെ. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാരണം ജെൻഡർ റെസ്പോൺസീവ് ബജറ്റ് തഴയുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയും തഴയുക. ജെൻഡർ റെസ്പോൺസീവ് ബജറ്റിനകത്ത് വളരെ ജെൻഡർ ആൻഡ് ചൈൽഡ് ആണ്. അവിടെ ജെൻഡർ ആൻഡ് ചൈൽഡ് റെസ്പോൺസീവ് ബജറ്റ് ആണ് അങ്ങനെ അവതരിപ്പിക്കേണ്ടത്. അതിന് പ്രാധാന്യം കൊടുത്തില്ല പോയി. അപ്പൊ അതുപോലെ തന്നെ ചൂണ്ടിക്കാണിക്കേണ്ട മറ്റൊരു കാര്യമാണ് ജെൻഡർ ബജറ്റ് എടുത്തില്ലെങ്കിലും കുടുംബശ്രീക്ക് വലിയ ഊന്നൽ കൊടുത്തിട്ടുണ്ട്. കുടുംബശ്രീ തീർച്ചയായിട്ടും ശ്ലാഘനീയമായ സംഭാവനകളാണ് സംസ്ഥാനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മൊത്തം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സഭയല്ല. അതുകൊണ്ട് കുടുംബശ്രീക്ക് പ്രാധാന്യം കൊടുത്താൽ ജെൻഡർ റെസ്പോൺസീവ് ബജറ്റ് വേണ്ട എന്ന് പറയാനൊക്കില്ല. ഇനി നമ്മൾ ബജറ്റിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനകത്ത് നമുക്ക് പ്രത്യേകമായിട്ട് എടുത്ത് പറയാവുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഒന്ന്, അതായത് അതില് കൊടുത്തിരിക്കുന്ന ഈ സൗജന്യങ്ങളെ പറ്റി ഓർക്കുമ്പോഴാണ് കോളേജുകൾ, അതായത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ ഫീസ് ഇതുവരെ പ്രീ ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസത്തിന് ഫീസ് കൊടുക്കേണ്ടിയിരുന്നില്ല. ഇപ്പൊ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ ഫീസും വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. അത് ഒരു കാരണവശാലും അംഗീകരിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം നമുക്ക് SC STകൾക്ക് ഫീ കൺസെഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇൻകം വൈസ് ആയിട്ട് താഴെ തട്ടിലുള്ളവർക്കും ഫീ കൺസെഷൻ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഇൻകം വൈസ് ആയിട്ട് അപ്പർ മിഡിൽ ക്ലാസ്സിലും അപ്പർ മിഡിൽ ക്ലാസ്സിലും അപ്പർ ക്ലാസ്സിലും ഒക്കെ പെട്ട കുട്ടികൾക്ക് അവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്നു എന്നത് അവരുടെ ചോയ്സ് ആയിരിക്കും. ആ കാരണം കൊണ്ട് എന്തുകൊണ്ട് അവരുടെ ഫീസ് എടുത്തു മാറ്റണം? കാരണം അത് സംസ്ഥാന ഖജനാവിനെ ഏൽപ്പിക്കുന്ന വലിയ ഒരു പ്രഹരം, അത് ധനമന്ത്രി കാണാതെ പോയി. അപ്പൊ ആ പ്രഹരം ഏൽപ്പിക്കുക മാത്രമല്ല, എന്താണ് നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ പോട്ടെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും ഈവൻ മെഡിക്കൽ കോളേജുകളുടെയും പോലും എന്താ പറയുക, പിന്നെ ആഗോള നിലവാര തകർച്ചയാണ് കേരളത്തിലെ, ഇന്ത്യയിലെ, അതെ കേരളത്തിലെ മൊത്തം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഈ പറയപ്പെട്ട തകർച്ചയുണ്ട്. അപ്പൊ അങ്ങനെ അതായത് പ്രതിഭകളെ സൃഷ്ടിക്കുക, എംപ്ലോയബിലിറ്റി ഉള്ള പ്രതിഭകളെ സൃഷ്ടിക്കുക, ഈ കാര്യത്തിലൊക്കെ തോറ്റിരിക്കുകയാണ് കേരളത്തിലെ സർവകലാശാലകളെല്ലാം തന്നെ. അപ്പൊ അവർക്ക് എംപ്ലോയബിലിറ്റി ഉണ്ടാകത്തക്ക രീതിയിൽ അവരെ ഏറ്റവും അത്യന്താധുനിക എന്താ പറയുക ടെക്നോളജിയിലേക്ക്, അതായത് അത് ആർട്സ് ആൻഡ് സയൻസിലാണെങ്കിലും അത്യാധുനിക ടെക്നോളജിയിലേക്ക് അവരെ കൈപിടിച്ച് കയറ്റാൻ പറ്റും. ആ തരത്തില് വിദ്യാഭ്യാസത്തെ
രൂപപ്പെടുത്തി അതിനുവേണ്ടി ധാരാളം ഇൻവെസ്റ്റ്മെന്റ് എഡ്യൂക്കേഷനിൽ വരണം. ആ ഇൻവെസ്റ്റ്മെന്റ് വരണത് മാത്രവുമല്ല, അവരുടെ എംപ്ലോയബിലിറ്റി വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഓരോ ക്യാമ്പസിലും രൂപപ്പെടണം. അതിന് പകരം അവർക്ക് ഫീസ്, അവർ കൊടുത്തിരുന്ന ചെറിയ നാമമാത്രമായ ഫീസ് പോലും വേണ്ട എന്ന് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത്രയും പോലും ഫിസ്ക്കൽ ക്രൈസിസ് സംസ്ഥാനത്തിന് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് എഡ്യൂക്കേഷൻ മേഖലയിൽ നിന്ന് കിട്ടുമായിരുന്ന തുക പോലും കിട്ടാതെ വരുന്നു. അതിനനുസരിച്ച് വർദ്ധിപ്പിച്ച് അവിടെ ചെലവഴിക്കാനുള്ള ഫിസ്ക്കൽ കപ്പാസിറ്റി സംസ്ഥാനത്തിനില്ല. ആ സാഹചര്യത്തിൽ എഡ്യൂക്കേഷന്റെ നിലവാരം പിന്നെയും താഴേക്ക് പോകും. ബ്രെയിൻ ഡ്രെയിൻ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഫീസിനെ പറ്റി പര്യാലോചന നടത്തേണ്ടതാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അതുപോലെ തന്നെ വേറെ ഈ ബജറ്റിന് അതൊരു നെഗറ്റീവ് സൈഡാണ് ഞാൻ, അതായത് അത് കൊടുക്കേണ്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത് എങ്കിൽ കൊടുത്തത് നന്നായി എന്ന് പറയാവുന്ന ഒന്നുണ്ട്. അതായത് ഹരിതകർമ്മസേനയ്ക്ക് ഇൻഷുറൻസ് കൊണ്ടുവരിക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആശാ വർക്കേഴ്സ് തൊട്ട് അംഗൻവാടി വർക്കേഴ്സ് പോലെ, സാക്ഷരതാ മിഷൻ വർക്കേഴ്സ് പോലെ താഴെ തട്ടിൽ വളരെ തുച്ഛമായ വരുമാനത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു ചെറിയ ഇൻഡ്യൂസ്മെന്റ് എന്ന രീതിയിൽ ഒരു ശമ്പള വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, ശമ്പള പരിഷ്കരണമോ? ശമ്പള പരിഷ്കരണം തീർച്ചയായിട്ടും അനിവാര്യമായ ഒരു കാര്യമാണ്, പക്ഷെ ഇപ്പോഴല്ല. കാരണം കേരളം അത്ര വലിയ ധനപ്രതിസന്ധിയെ പറ്റി പറയുമ്പോൾ ധനമന്ത്രി കേന്ദ്രത്തെ മാത്രമാണ് കുറ്റപ്പെടുത്തുന്നത്. കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യവുമില്ല. കേന്ദ്രത്തിന്റെ ഭാഗത്ത് കുറ്റങ്ങൾ ഉണ്ട്, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ധനസമാഹരണത്തില് അതുപോലെ തന്നെ തികഞ്ഞ കൃത്യതയോട് കൂടിയുള്ള ചെലവഴിക്കലില് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എപ്പോഴും കുറ്റപ്പെടുത്താറുള്ളത് വകമാറ്റി ചെലവഴിക്കുന്നു, ഓഡിറ്റിംഗ് നടത്തുന്നില്ല. ഓഡിറ്റിംഗ് നടത്തിയാലേ കൃത്യതയോടെ എവിടെയൊക്കെ ഫണ്ട് അനാവശ്യമായിട്ട് ചെലവഴിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയൂ, ഏതൊക്കെ ആവശ്യത്തിന് കൊടുത്തത് ചെലവഴിച്ചില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കൃത്യതയോടെ ചെലവഴിക്കാതെ വകമാറ്റുകയും ഓഡിറ്റിംഗ് നടത്താതിരിക്കുകയും കുടിശ്ശിക പിരിച്ചെടുക്കാതിരിക്കുകയും, ഈ കഴിഞ്ഞ ബജറ്റിൽ തന്നെ 20,814 കോടിയാണ് കുടിശ്ശിക എടുക്കാത്തതായിട്ട് ഗവൺമെന്റിന്റെ തന്നെ ബജറ്റ് ഡോക്യുമെന്റിൽ കാണിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ എല്ലാ ബജറ്റുകളിലും ഇതുപോലെ കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട്. അപ്പൊ എന്താണ് വിഭവ സമാഹരണത്തിലെ ഒട്ടും തന്നെ ഔത്സുക്യം കാണിക്കുന്നില്ല. കണിശവും കൃത്യവുമായിട്ട് റിസോഴ്സസ് ഇങ്ങനെ എടുക്കണം, അതായത് പിരിച്ചെടുക്കണം എന്ന് കരുതാറില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വർഷം മുൻപാണ് നമുക്കറിയാം സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വില എന്താണ്? 1,30,000 മോളിൽ പോയിരിക്കുകയാണ് സ്വർണത്തിന്റെ വില. ആ സമയത്ത് നമ്മുടെ ഖജനാവിലേക്ക് സ്വർണത്തിന്റെ പലിശ, ഇവിടെ വിൽപ്പനയിൽ വലിയ കുറവൊന്നുമില്ല, വിൽപ്പനയിൽ വലിയ കുറവില്ലാത്തത് കൊണ്ടാണ് സ്വർണ വ്യാപാരികളുടെ എന്താണ് പറയുക അഡ്വർടൈസ്മെന്റ്സ് ഇങ്ങനെ ദിനം തോറും വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ പുതിയ ഷോറൂമുകൾ വരുന്നു, അങ്ങനെയൊക്കെ മികച്ച സെയിൽസ് വരുന്നു. ഇതൊക്കെ വരുന്നത് അവരിപ്പോഴും ലാഭം കൊയ്തു പോകുന്നത് കൊണ്ടാണ്. പക്ഷെ ഖജനാവിലേക്ക് എന്ത് വന്നു? 3% നികുതി മാത്രമാണ് സ്വർണ്ണ വജ്ര ആഭരണങ്ങളിൽ GST ആയിട്ട് കൊടുക്കേണ്ടത്. അതുപോലും കൊടുക്കാതെയാണ്, അതുപോലും വെട്ടിക്കാൻ ഉപഭോക്താക്കൾ കൂട്ടുനിൽക്കുന്നു, കച്ചവടക്കാരും കൂട്ടുനിൽക്കുന്നു. അത് പിടിച്ചെടുക്കുന്നതിന്, അതായത് ഈ സ്വർണത്തിൽ നടക്കുന്ന കള്ളവ്യാപാരം കണ്ടെത്തുന്നതിന് വേണ്ടിയായിരുന്നല്ലോ ഒരു വർഷം മുൻപ് നടത്തിയ തോറ ദൽ ഓറ എന്നുള്ള ആ സ്വർണ വേട്ട. തൃശ്ശൂർ ഒരൊറ്റ ഷോപ്പിലും തന്നെ 104 കിലോ സ്വർണം പിടിച്ചെടുത്തതാണ്. 104 കിലോ സ്വർണത്തിന് ഒരു പവന് 1,30,000 രൂപ ഇന്ന് വിലയുണ്ട്. 30,000 മോളില് ഇന്ന് വിലയുണ്ട്. അപ്പോ 104 കിലോ സ്വർണം ഒരു കടയിൽ നിന്ന് റെക്കോർഡില്ലാതെ അങ്ങനെ പിടിച്ചെടുത്താണ്. അതുപോലെ മറ്റു കടകളിലും റെയ്ഡ് നടത്തിയാലുള്ള അവസ്ഥ എന്താണെന്ന് നോക്ക്. എന്തുകൊണ്ടാണ് വിഭവ സമാഹരണത്തിന് വേണ്ട നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കാത്തത്? അത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട കാര്യമാണ്. അതിന് പറയാണ് ഒരു റവന്യൂ ബോർഡ് രൂപീകരിക്കാൻ പോകുന്നു എന്ന്. റവന്യൂ വകുപ്പുണ്ട്, ഫിനാൻസ് വകുപ്പുണ്ട്. ഇങ്ങനെ ഈ റവന്യൂ കാര്യങ്ങളൊക്കെ ആലോചിക്കാനുള്ള ഇഷ്ടം പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഗവൺമെന്റിൽ തന്നെ ഉണ്ടായിട്ടാണ് ഒരു റവന്യൂ ബോർഡ്. അതായത് 42
എന്താണ് നമുക്ക് വെൽഫെയർ ബോർഡ്സ്, ക്ഷേമ ബോർഡുകളാണ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്. ഒറ്റ ക്ഷേമ ബോർഡിന് ചെയ്യാവുന്ന ജോലിയാണ് 42 ക്ഷേമ ബോർഡുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തുമാത്രം ചെലവ് വർദ്ധിപ്പിക്കുന്നു, എന്തുമാത്രം ഫിസിക്കൽ സിറ്റുവേഷൻ വേഴ്സൺ ചെയ്യുന്നു എന്നുള്ളത് മലയാളികൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ സംസ്ഥാന ഗവൺമെന്റിൽ 2014 ഞങ്ങൾ കണ്ടെത്തിയതാണ് 37,000 അധിക ജീവനക്കാരുണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ള സംസ്ഥാന ഗവൺമെന്റിനെ സഹായിക്കാനാണ്, റവന്യൂ മൊബിലൈസേഷനൊക്കെ കണ്ടെത്താനും സഹായിക്കാനും വേണ്ടിയാണ് റവന്യൂ ബോർഡ് എന്നും പറഞ്ഞ ഒരെണ്ണം പുതുതായിട്ട്, അതായത് സ്വന്തക്കാരെ തിരികെ കയറ്റാനും ഒക്കെ ആയിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ബജറ്റില് നല്ലത് എന്ന് പറയാനുള്ള കാര്യങ്ങൾ, അതായത് ഒരുപാട് നല്ല പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. ആ പ്രഖ്യാപനങ്ങളൊക്കെ അവസാനം എവിടെ നിൽക്കും? ഈ ഗവൺമെന്റ് തിരിച്ചു വരുമോ? ഒരു പക്ഷേ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വീണ്ടും തിരിച്ചു വരാം എന്ന വ്യാമോഹത്തോടെയാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ വേറെ ഒരു കാര്യവും കൂടി പറയാൻ ഞാൻ വിട്ടുപോകരുത്. അതായത് മനുഷ്യ മൃഗ സംഘർഷം, അത് ഈ കേരളത്തിന്റെ ബോർഡേഴ്സ് മുഴുവൻ റിസർവ് വനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 27%, കേരളത്തിന് 38,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമിയിൽ 27% റിസർവ് വനങ്ങളാണ് കേരളത്തിന്റെ. ആ അത്തരം അതിർത്തി പ്രദേശങ്ങളിലെല്ലാം വന്യമൃഗ മനുഷ്യ സംഘർഷം രൂഢമൂലമായി കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും എത്ര പേർ ആന തന്നെ കൊല്ലുന്നു, അതുപോലെ പല തരത്തില് കരടി, പുലി, ഇങ്ങനെയുള്ള എല്ലാത്തരം പ്രശ്നങ്ങളും. എന്നിട്ട് 100 കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ നടത്തിയ പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും അതുപോലെ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴും ഈ ബജറ്റ് കൊണ്ടും ഈ 100 കോടിയൊക്കെ വെച്ചിട്ടുണ്ട്. ആ 100 കോടിയും ചെലവഴിക്കുമോ? വന്യമൃഗ മനുഷ്യ സംഘർഷം കുറയ്ക്കാൻ ശ്രമിക്കുമോ? അതുപോലെ തന്നെ പ്രശ്നങ്ങളാണ് നമ്മുടെ നെല്ല് സംഭരണത്തിന്റെ പണം സമയത്ത് നേരിട്ട് പണമായിട്ട് തന്നെ കർഷകരുടെ കയ്യിൽ കൊടുക്കുമോ? അവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കുമോ? ഇതുപോലെ നിരവധി ചോദ്യങ്ങൾ കിടക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് ഒന്നിനും ഉത്തരമില്ലാത്ത ബജറ്റ് തന്നെയാണ് ഇന്നും അവതരിപ്പിച്ചത്. ഒരു പക്ഷേ പ്രഖ്യാപനങ്ങൾ കൊടുത്ത് മനുഷ്യരുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് വാങ്ങി വീണ്ടും ഭരണത്തിൽ വരാം, വീണ്ടും ഭരണത്തിൽ വന്ന് ഉള്ള റിസോഴ്സസ് മുഴുവനും കൊള്ളയടിച്ച് ഒരു ബംഗാൾ മോഡൽ കേരളത്തിലും സൃഷ്ടിച്ചേ തീരൂ എന്ന വാശിയുള്ളതുപോലെ തോന്നും ഈ ബജറ്റിലൂടെ